നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വൻതോതിൽ MDMA-യുമായി കാസർഗോഡ് പിടിയിലായവർക്ക് ഭരണകക്ഷി നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഞായറാഴ്ച കാലിക്കടവിൽ നിന്നാണ് MDMA-യുമായി 3 പേർ പിടിയിലാകുന്നത്. ഇതിൽ ഒരാൾക്ക് ഭരണകക്ഷി, അതായത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ചില വിവരങ്ങളാണ് പുറത്തു വന്നത്. ഈ വിഷയത്തിൽ വിമർശനവുമായി P. ജയരാജൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് നോക്കാം. യുവതലമുറയെ കൊല്ലുന്ന MDMA വ്യാപാര കേസിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അടുത്ത അനുയായി തന്നെ അറസ്റ്റിലാകുന്നത് ജനങ്ങൾ അറിയണ്ടേ? വാർത്തകൾക്ക് നേരെയാണോ, മയക്കുമരുന്ന് കച്ചവടക്കാർക്ക് നേരെയാണോ ആഭ്യന്തരമന്ത്രിയുടെ ഓപ്പറേഷൻ തൂഫാൻ? സോഷ്യൽ മീഡിയ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ അത് മയക്കുമരുന്ന് വ്യാപാരത്തിന്റെ ഏകോപനമാണോ? മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറുപടി പറയണം. അധികാരത്തെ അസ്വസ്ഥമാക്കുന്ന ചോദ്യങ്ങളോടും വാർത്തകളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കേമത്തമല്ല, ഭീരുത്വമാണ്. മുഖ്യമന്ത്രി VD സതീശൻ വാർത്താ സമ്മേളനങ്ങളിൽ ഹിതകരമല്ലാത്ത ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിന് പകരം മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും പരിഹസിക്കുകയും മറുപടി ഒഴിവാക്കുകയുമാണ്. ഒരു പടി കൂടി കടന്ന് തങ്ങൾക്കെതിരായ വാർത്തകളെ വളഞ്ഞ വഴി ഉപയോഗിച്ച് തടഞ്ഞു നിർത്താനും നോക്കുന്നു. കോൺഗ്രസുകാരുടെ MDMA കടത്ത് സംബന്ധിച്ച വാർത്തകളും കണ്ടന്റുകളും നീക്കം ചെയ്യാൻ മെറ്റയോട് സർക്കാർ ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആരാണ് അത് ആവശ്യപ്പെട്ടത്? എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഏത് നിയമമാണ് ലംഘിക്കപ്പെട്ടത്? ആരുടെ പരാതിയിലാണ് നടപടി ആവശ്യപ്പെട്ടത്? മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സംവിധാനവുമായി ബന്ധമുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരാളും കോൺഗ്രസുമായി ബന്ധമുള്ള ചിലരും MDMA കേസിൽ അറസ്റ്റിലായ വാർത്തകളിൽ അനേകം ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അധികാര കേന്ദ്രങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ച് ചോദിക്കുന്നത് ജനാധിപത്യത്തിന്റെ അവകാശമാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ചോദിക്കുന്നവന്റെ രാഷ്ട്രീയം അന്വേഷിക്കുകയും വാർത്തകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, എന്തിനാണ് ഇത്രയും അസഹിഷ്ണുത? എന്താണ് മറച്ചു വയ്ക്കാനുള്ളത്? വാർത്ത തടയാം, മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലാക്കാം, ചോദ്യത്തെ പരിഹസിക്കാം. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഉയർന്ന ചോദ്യത്തെ ഇല്ലാതാക്കാൻ ഒരു അധികാരത്തിനും കഴിയില്ല. ഒരു തിരഞ്ഞെടുപ്പ് വിജയം കൊണ്ട് സാധാരണ ജനങ്ങളുടെ അവകാശങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ മര്യാദകളെയും ചുരുട്ടിക്കൂട്ടി കത്തിച്ചു കളയാമെന്നത് വ്യാമോഹം മാത്രമാണ്. ചോദ്യങ്ങളോട് കോപിക്കേണ്ട, മറുപടി പറയുക. പറയേണ്ടത് പ്രതിപക്ഷമോ മാധ്യമങ്ങളോ അല്ല, സർക്കാരും മുഖ്യമന്ത്രിയുമാണ്. മറുപടി പറയുന്നത് വരെ ചോദ്യങ്ങൾ ആവർത്തിച്ചുയരും. അതിനെ അടിച്ചമർത്താൻ ഒരു ലാത്തിയും ഒരു സെൻസർഷിപ്പും വളർന്നിട്ടില്ല. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിക്ക് കഴിയാത്തത് ഈ കാലത്ത് ഏതെങ്കിലും ഒരു ഖദറുകാരന് കഴിയുമെന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ്. ജനാധിപത്യത്തിൽ അധികാരത്തിന് മുകളിലാണ് ജനങ്ങളുടെ അറിയാനുള്ള അവകാശം. അത് സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോയ ചരിത്രമാണ് ഇന്ത്യ രാജ്യത്തെ ജനകീയ മുന്നേറ്റങ്ങളുടേതെന്ന് പറഞ്ഞാണ് P. ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞതുപോലെ ഞായറാഴ്ചയാണ് അറസ്റ്റിലായത്. ഇതിൽ ഒരാൾക്ക് ഭരണകക്ഷികളുമായി ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സതീശൻ സാറിന്റെ പിള്ളേരെ രമേശൻ സാറിന്റെ പോലീസ് കാസർഗോഡ് നിന്ന് MDMA-യുമായി പിടികൂടി എന്ന ഒരു പരിഹാസക്കുറിപ്പുമായി VK സനോജ് MLA രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം വിമർശിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. കേസിൽ പ്രതിയായ മുഹമ്മദ് ഹുസൈൻ ടീം VD സതീശൻ എന്ന സോഷ്യൽ മീഡിയ പേജിന്റെ കോർഡിനേറ്ററാണെന്ന് VK സനോജ് ആരോപിച്ചു. ലീഡർ VD സതീശൻ എന്ന ഗ്രൂപ്പിന്റെ അഡ്മിനും സതീശനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾ സ്ഥിരമായി പങ്കുവയ്ക്കുന്ന ആളുമാണ് ഇയാളെന്നും VK സനോജ് ആരോപിച്ചു. ഞായറാഴ്ച കാലിക്കടവിൽ നിന്നാണ് MDMA-യുമായി 3 പേർ പിടിയിലാവുന്നത്. 132 ഗ്രാം MDMA-യുമായി പെരുമ്പാവൂർ അറയ്ക്കപ്പടി സ്വദേശികളായ PA അബ്ദുൾ സലാം 27 വയസ്സ്, KH മുഹമ്മദ് ഹുസൈൻ 28 വയസ്സ്, PA അബ്ബാസ് 50 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. മാരകമായിട്ടുള്ള ലഹരി വസ്തു, അതും വലിയ അളവിലാണ് ഇവരുടെ കയ്യിൽ നിന്നും പോലീസ് പിടികൂടിയത്. എങ്ങനെ ഇവർക്ക് കിട്ടി? സംഘത്തിൽ ഇനിയും കൂടുതൽ ആൾക്കാരുണ്ടോ? ഈ പ്രധാന കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിനിടെയാണ് ഭരണകക്ഷി നേതാക്കളുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന ആരോപണവും കൂടി ഒരു വശത്ത് ശക്തമാകുന്നത്. സതീശൻ സാറിന്റെ പിള്ളേരെ രമേശൻ സാറിന്റെ പോലീസ് കാസർഗോഡ് നിന്ന് MDMA-യുമായി പിടികൂടി എന്ന ലേറ്റസ്റ്റ് വാർത്ത. പിടിയിലായവരിൽ ഒരാൾ സ്വന്തം സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് രേഖപ്പെടുത്തിയിരുന്ന ആളാണത്രേ. അത് മാത്രമല്ല, ലീഡർ VD സതീശൻ എന്ന ഗ്രൂപ്പിന്റെ അഡ്മിനും സതീശനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾ സ്ഥിരമായി പങ്കുവയ്ക്കുന്ന ആളുമാണെന്ന വിവരങ്ങളും പുറത്തു വരുന്നു. ഇവർ ഒരുമിച്ചുള്ള വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. പിടിയിലായവരിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ സ്വന്തം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അറിയേണ്ടത് ചില കാര്യങ്ങളാണ്. രമേശൻ സാറിന്റെ തൂഫാൻ പൊളിക്കാൻ സതീശൻ സാർ വിട്ടവരാണോ ഇവരെ? രാഷ്ട്രീയ ബന്ധങ്ങൾക്കപ്പുറം ഇവർക്ക് നേരത്തെ തന്നെ ഇത്തരം ഇടപാടുകൾ ഉണ്ടായിരുന്നോ? ഇത്രയും അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളെ കുറിച്ച് VD സതീശന് ഒന്നും അറിയില്ലായിരുന്നോ? പോലീസ് പിടികൂടുന്നതിന് മുമ്പ് തന്നെ 2 ജില്ലകളിൽ ലഹരി വിതരണം ഇവർ നടത്തിയെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് വെറും ഒരു ലഹരി കേസ് മാത്രമായി അവസാനിക്കേണ്ട വിഷയമല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന ലഹരി മാഫിയ സംഘത്തിന്റെ അടിവേരുകൾ പുറത്തു കൊണ്ടുവരണമെന്നായിരുന്നു VK സനോജ് MLA ആവശ്യപ്പെട്ടത്.
സംഘത്തിലെ പ്രധാന കണ്ണിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നേരത്തെ പിടിയിലായവരിൽ നിന്ന് കിട്ടിയ വിവരത്തെ തുടർന്ന് പെരുമ്പാവൂർ അറക്കപ്പടി സ്വദേശി സൈനുൽ ആബിദിനെയാണ് പെരുമ്പാവൂർ പോലീസ് പിടികൂടിയത്. 43 വയസ്സുകാരനെയാണ് പിടികൂടിയത്. ചന്ദേര പോലീസിന് കൈമാറി. ചന്ദേര ഇൻസ്പെക്ടർ MV ഷീജു NDPS നിയമപ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തി. ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കി. കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. സൈനുൽ ആബിദിൻ ഭരണകക്ഷിയിലെ പ്രമുഖ പാർട്ടിയിലെ പ്രാദേശിക നേതാവിന്റെ സഹോദരനാണെന്നാണ് പോലീസിന് കിട്ടുന്ന വിവരം. ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം വലയിലായത്. പെരുമ്പാവൂരിൽ നിന്ന് സ്വിഫ്റ്റ് കാറിൽ MDMAയുമായി കാസർഗോട്ടേക്ക് പുറപ്പെടുകയായിരുന്നു സംഘം. ജില്ലാ അതിർത്തിയിൽ വെച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സംഘത്തെയും യാത്ര ചെയ്ത കാറും ചന്ദേര പോലീസിന് കൈമാറി. ചന്ദേര SI മനു P ചെറിയാനും സംഘവും നടത്തിയ പരിശോധനയിൽ മൂവരും കൈവശം വെച്ചതും കാറിന്റെ ഡാഷ്ബോർഡിൽ നിന്ന് കണ്ടെടുത്തതും ഉൾപ്പെടെ 4 പൊതികളിലായി 139 ഗ്രാം മയക്കുമരുന്നുണ്ടെന്ന് കണക്കാക്കി. അതേസമയം NGPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു. ഇതിനിടയിലാണ് പ്രധാന കണ്ണിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.